തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സർക്കാർ ഇന്ന് തുടരന്വേഷണം പ്രഖ്യാപിച്ചേക്കും. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്താനാണ് സാധ്യത. അതേസമയം ADGP വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടില്ല. ഇന്നോ ശനിയാഴ്ചയോ റിപ്പോർട്ട് നൽകും. തുടർന്നാകും ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, ഗുഡ് മോർണിംഗ്. ഈ MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്ന കാര്യത്തിൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ തീരുമാനം ഉണ്ടാവുക, അല്ലേ? മോത്തി, മുഖ്യമന്ത്രി കഴിഞ്ഞ മാസമാണ് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത്. കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് അത് കഴിഞ്ഞ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ട് ലഭിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ റിപ്പോർട്ട് ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ CPIയുടെ അടക്കം ആവശ്യമെന്ന് പറയുന്നത്. കർശനമായ നടപടി ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിലേക്കൊരു ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ഇതുവരെയും എത്തിയിട്ടില്ല. നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം വേണം. MR അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നൊരു തീരുമാനമാണ് CPI പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഒരു നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതായത് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനമുണ്ടാകും. പക്ഷേ അത് എപ്പോൾ, ഈ സഭാ സമ്മേളനത്തിന് മുൻപുണ്ടാകുമോ അതോ നാളെ ഇപ്പോൾ സഭ തുടങ്ങിയാൽ 2 ദിവസം അവധിയാണ്, അതിനുശേഷം പിന്നീട് തിങ്കളാഴ്ച ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് ഈ CPIയുടെ നേതൃയോഗം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, മന്ത്രിസഭാ യോഗമുണ്ട്. ഇങ്ങനെ 3 നിർണായകമായ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ശ്രദ്ധാകേന്ദ്രങ്ങളായി ഈ 3 യോഗവും മാറുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുപ്രധാനമായ പല തീരുമാനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മോദി, ഈ സന്ദർഭത്തിൽ തന്നെയാണ് CPM CPI സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നത്. CPI ശക്തമായ നിലപാട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ MR അജിത് കുമാറിനെ മാറ്റി നിർത്തുക, പൂരം കലക്കിയതിലെ വിശദാംശങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും. ഒപ്പം PR വിവാദവും, അല്ലേ? സ്വാഭാവികമായും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ആ വിഷയം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കോഴിക്കോട് ഒരു വിശദീകരണം നൽകിയിരുന്നു. താൻ നൽകിയ അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളല്ല ആ ഹിന്ദു ദിനപത്രത്തിൽ തൻ്റെ അഭിമുഖം എന്ന നിലയിൽ അടിച്ചു വന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ ആ വിശദീകരിച്ചതിന് ശേഷം ഹിന്ദുവിൻ്റെ ഒരു വിശദീകരണവും വന്നിരുന്നു. ഹിന്ദു പറഞ്ഞു വെച്ചത് ഈ ഒരു അഭിമുഖം നടക്കുന്ന സമയത്ത് 2 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അത് KSAT എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ആളുകളായിരുന്നു. അവർ ഏർപ്പാടാക്കി തന്ന അഭിമുഖമാണ്. അവർ പറഞ്ഞതനുസരിച്ചാണ് താങ്കൾ അവിടേക്ക് പോയത്, താങ്കളുടെ പ്രതിനിധി അവിടേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ചെയ്ത അഭിമുഖമാണ്. അഭിമുഖം കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതുകൂടി ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് കൈമാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൂടി വെച്ചാണ് ഹിന്ദു ഇത് പ്രിന്റ് ചെയ്തതെന്ന് പറയുന്നു. എന്തായാലും ഹിന്ദു ദിനപത്രം ഈ വിഷയത്തിൽ എടുത്ത തിരുത്തൽ നിലപാട്, അതായത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യമാണ് താങ്കൾ പ്രസിദ്ധീകരിച്ചതെന്നും അതൊരു കുറിപ്പ് തന്നതാണ് ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നും ഹിന്ദു വിശദീകരിച്ചതിനെ CPM നേതാക്കളും അതോടൊപ്പം തന്നെ സർക്കാരുമെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഒരു തിരുത്തൽ വരുത്തി. പിന്നീട് മലയാള മാധ്യമങ്ങൾക്കുള്ള വിമർശനവുമായിരുന്നു, നിങ്ങളാരും അത് തിരുത്തിയില്ല എന്നുള്ള വിമർശനവും മുഹമ്മദ് റിയാസ് അടക്കം നടത്തുകയും ചെയ്തു. എന്തായാലും ഹിന്ദുവിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദു പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു PR ഏജൻസിയുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിഷേധം വന്നിട്ടില്ല. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം ആ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയില്ല. ഇന്നലെയും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചില്ല. ഇനിയിപ്പോൾ സംസാരിക്കാനുള്ള ദിവസങ്ങളാണ് കിടക്കുന്നത്. നാളെ സഭ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലെ ആകില്ല സഭയിൽ സംസാരിക്കേണ്ടി വരിക. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ടി വരും. എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ പറയുന്ന ചോദ്യമായി വന്ന വിഷയങ്ങൾ പോലും, അതായത് നക്ഷത്രത്തിനോട്ട് ചോദ്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ട്. സഭയിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് മറുപടി പറയാണ്ടാത്ത വിധത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. രേഖാമൂലം സഭയിൽ MLA മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകിയാൽ മതിയാകുന്ന തരത്തിലേക്ക് ആ ചോദ്യങ്ങളെ ഇന്നലെ നിയമസഭാ സെക്രട്ടേറിയറ്റ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ അടിയന്തര പ്രമേയമായി നിയമസഭയിൽ
സഭയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ പറയുന്ന വിവാദ വിഷയങ്ങളെല്ലാം ഏറ്റവും ഒടുവിലത്തെ PR വിവാദം അടക്കം സഭയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ മുതൽ ഇന്നത്തെ ഒരു അവസ്ഥയാണെങ്കിൽ സഭ കലുഷിതമാവാനുള്ള സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയമായി വന്നാൽ ഏതൊക്കെ രേഖകൾ അതിനെതിരായി അതിനെ തടയിടാൻ പ്രതിരോധിക്കാൻ കൊണ്ടുവന്നാലും ശരി. അമൽ തേനമ്പറമ്പിൽ നല്ല ദിവസമായിരിക്കട്ടെ. അമലിന് ആശംസിക്കുന്നു. ഈ കേസൻ എന്ന് പറയുന്ന PR ഏജൻസി ആണ് ഈ കാര്യങ്ങൾ നൽകിയത്, രേഖാമൂലം നൽകിയത് എന്ന് ഹിന്ദു ദിനപത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, ആ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ല എന്ന കാര്യത്തിൽ ഹിന്ദു ദിനപത്രത്തിന് വേണമെങ്കിൽ മാപ്പ് പറയാം. പക്ഷെ അതിന് എന്തിനാണ് മലയാള മാധ്യമങ്ങൾ മാപ്പ് പറയിക്കാൻ മരുമകനായ റിയാസ് മന്ത്രി ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എന്ത് പറഞ്ഞാലും മാധ്യമങ്ങളുടെ മെകിട്ട് കയറിയിട്ട് മാപ്പ് പറയണം എന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾ അറിയുന്നുവോ ആ വാർത്തകൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയുള്ള മറുപടി പറയുന്നതിന് പകരം ഈ തിരിഞ്ഞുകളി നടത്തിക്കൊണ്ടിരുന്നാൽ പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മൾ മാപ്പ് പറയേണ്ടത്?